ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഷോപ്പിലൊക്കെ കിട്ടുന്ന അതേ മയോണൈസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മയോണൈസ് ഉണ്ടാക്കാനായി ഞാനിവിടെ എടുത്തേക്കുന്നത് 2 മുട്ടയുടെ വെള്ള, 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 4 വെളുത്തുള്ളിയുടെ അല്ലി, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, പഞ്ചസാര 1/4 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ആവശ്യമുള്ളവർ മാത്രം പഞ്ചസാര ചേർത്താൽ മതി. കുരുമുളക് പൊടി കൂടാതെ ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മയോണൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മയോണൈസ് അടിക്കാനായി ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ വെള്ള ഞാനിവിടെ 1/2 മുറി നാരങ്ങയുടെ നീരാണ് ഇതിനായി എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ഇടാം. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ആദ്യം ചേർക്കുന്ന 2 അല്ലി വെളുത്തുള്ളിയാണ്. കുരുമുളക് ആവശ്യമുള്ളവർക്ക് കുരുമുളക് ചേർക്കാം. കുരുമുളക് ചേർക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം മാത്രം നമുക്ക് ഓയിൽ ചേർത്ത് ഇത് അടിക്കാം. ആദ്യം നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് വേണം ഇത് അടിച്ചെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളിവിടെ എടുത്തിരുന്ന 6 ടേബിൾ സ്പൂൺ ഓയിലും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആ മയോണൈസിൻ്റെ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. ഇത് നമുക്ക് കുബൂസിൻ്റെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.